ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് ചോദ്യോത്തരങ്ങളുടെ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വീഡിയോയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. ആകെ 100 മോക്ക് ടെസ്റ്റുകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. 27 മോക്ക് ടെസ്റ്റുകൾ കഴിഞ്ഞു. ഇനിയും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യം മുതലുള്ള 1 മുതലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പഠനസഹായി പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യോത്തരങ്ങൾ അതേ ക്രമത്തിൽ ഒരു പുസ്തകമാക്കിയിരിക്കുകയാണ്. ധാരാളം പുസ്തകങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ മറ്റു പല പുസ്തകങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നമ്മുടെ പുസ്തകം മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്ത് ഒരു വാക്യത്തിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ എന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഒന്നാമത്തെ ചോദ്യം, ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിലെ 4-ാമത്തെ തലക്കെട്ട് ജെറുസലേമിന്റെ പതനം. 2. ജെറുസലേമിനു ചുറ്റും സൈന്യം താവളമടിച്ചത് കാണുമ്പോൾ എന്താണ് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് യേശു പറയുന്നത്? അതിന്റെ നാശം അടുത്തിരിക്കുന്നു എന്ന്. 3. ജെറുസലേമിന്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ എന്ന് യേശു പറഞ്ഞത് എപ്പോൾ? ജെറുസലേമിനു ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ. 4. യൂദായിലുള്ളവർ എവിടേക്ക് പലായനം ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പർവ്വതങ്ങളിലേക്ക്. 5. പട്ടണത്തിലുള്ളവർ എന്തു ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവിടം വിട്ട് പോകട്ടെ. 6. ഗ്രാമങ്ങളിലുള്ളവർ എവിടെ പ്രവേശിക്കാതിരിക്കട്ടെ? പട്ടണങ്ങളിൽ. 7. പട്ടണങ്ങളിൽ പ്രവേശിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഗ്രാമങ്ങളിലുള്ളവരെ കുറിച്ച്. 8. യൂദായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പട്ടണങ്ങളിലുള്ളവർ അവിടം വിട്ടു പോകാതിരിക്കട്ടെ. ഗ്രാമങ്ങളിലുള്ളവർ പട്ടണങ്ങളിൽ പ്രവേശിക്കാതിരിക്കട്ടെ. ഇങ്ങനെ പറയാൻ കാരണമെന്ത്? എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിനങ്ങളാണവ. 9. എങ്ങനെയുള്ളവ പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളാണ് അവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എഴുതപ്പെട്ടവയെല്ലാം. 10. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. ഏതു ദിവസങ്ങളിൽ? എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ. 11. ആ ദിവസങ്ങളിൽ ആർക്കെല്ലാം ദുരിതം എന്നാണ് ലൂക്ക 21:23 പറഞ്ഞിരിക്കുന്നത്? ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും. 12. എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസങ്ങളിൽ ഭൂമുഖത്ത് എന്തുണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വലിയ ഞെരുക്കം. 13. ഈ ജനത്തിന്റെ മേൽ നിപതിക്കുന്നതെന്ത്? വലിയ ക്രോധം. 14. എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട പ്രതികാരത്തിന്റെ ദിവസത്തിൽ വലിയ ക്രോധം നിപതിക്കുന്നത് ആരുടെ മേൽ? ഈ ജനത്തിന്റെ മേൽ. 15. അവർ വാളിന്റെ വായ്ത്തലയേറ്റു വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. ആര്? ഈ ജനം. 16. ഈ ജനം എവിടേക്കാണ് തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്? എല്ലാ ജനതകളിലേക്കും. 17. ആരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടിമെതിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിജാതീയരുടെ. 18. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ചെയ്യുന്നതെന്ത്? ജെറുസലേമിനെ ചവിട്ടിമെതിക്കും. 19. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ എന്തിനെയാണ് ചവിട്ടിമെതിക്കുന്നത്? ജെറുസലേമിനെ. 20. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിലെ 5-ാമത്തെ തലക്കെട്ട് മനുഷ്യപുത്രന്റെ ആഗമനം. 21. എവിടെയെല്ലാം അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും എന്നാണ് ലൂക്ക 21:25 പറഞ്ഞിരിക്കുന്നത്? സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും. 22. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് എന്ത്? അടയാളങ്ങൾ. 23. ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കുന്നതെന്ത്? കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ.
24 കടലിന്റെയും തിരമാലകളുടെയും ഇരമ്പൽ സംഭ്രമമുളവാക്കുന്നത് ആരിൽ? ജനപദങ്ങളിൽ. 25 ആരാണ് അസ്തപ്രജ്ഞരാകുന്നത്? ഭൂവാസികൾ. 26 ഭൂവാസികൾ എന്തുകൊണ്ടാണ് അസ്തപ്രജ്ഞർ ആകുന്നത്? സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട്. 27 സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ആരാണ് അസ്തപ്രജ്ഞരാകുന്നത്? ഭൂവാസികൾ. 28 എന്താണ് ഇളകുന്നത്? ആകാശശക്തികൾ. 29 സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും, ആകാശശക്തികൾ ഇളകും. അപ്പോൾ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് ആര്? മനുഷ്യപുത്രൻ. 30 മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി വരുന്നതെവിടെ? മേഘങ്ങളിൽ. 31 മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടി മേഘങ്ങളിൽ വരുന്നതെപ്പോൾ? സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകുകയും ആകാശശക്തികൾ ഇളകുകയും ചെയ്യുമ്പോൾ. 32 മനുഷ്യപുത്രൻ മേഘങ്ങളിൽ വരുന്നതെങ്ങനെ? ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ. 33 മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് കാണുന്നതാര്? അവർ, അതായത് ഭൂവാസികൾ. 34 മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെ നിൽക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശിരസുയർത്തി നിൽക്കുവിൻ. 35 ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ എന്ന് പറയാൻ കാരണമെന്ത്? നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. 36 മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ യേശു അവരോട് എന്താണ് പറഞ്ഞത്? ഒരു ഉപമ. 37 മനുഷ്യപുത്രന്റെ ആഗമനത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ യേശു പറഞ്ഞ ഉപമ ഏത്? അത്തിമരത്തെയും മറ്റു മരങ്ങളെയും സംബന്ധിക്കുന്ന ഉപമ. 38 അത്തിമരത്തെയും മറ്റു മരങ്ങളെയും നോക്കുവിൻ, അവ എന്തു ചെയ്യുമ്പോഴാണ് വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നത്? തളിർക്കുമ്പോൾ. 39 അതുപോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോകുകയില്ല. 40 ലൂക്ക 21:32 എല്ലാം സംഭവിക്കുന്നതുവരെ കടന്നു പോകുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഈ തലമുറയെക്കുറിച്ച്. 41 ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എന്ത് കടന്നു പോകുകയില്ല എന്നാണ് യേശു പറയുന്നത്? എൻ്റെ വാക്കുകൾ. 42 എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല, എന്നാൽ എന്തൊക്കെ കടന്നു പോകും എന്നാണ് പറയുന്നത്? ആകാശവും ഭൂമിയും. 43 ലൂക്ക അധ്യായം 21 6 തലക്കെട്ട് ജാഗരൂകരായിരിക്കുവിൻ. 44 നിങ്ങളുടെ മനസ്സ് ദുർബലമാകുന്നത് എന്തിനാൽ? സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത. 45 ആ ദിവസം എന്തുപോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കെണി പോലെ. 46 ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിക്കുവിൻ. 47 ഭൂമുഖത്ത് ജീവിക്കുന്ന ആരുടെ മേലാണ് അത് നിപതിക്കുന്നത്? എല്ലാവരുടെയും. 48 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യപുത്രന്റെ. 49 സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട എന്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കരുത്ത്. 50 അവൻ യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന്? എല്ലാ ദിവസവും. 51 എല്ലാ ദിവസവും അവൻ യേശു എവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? ദേവാലയത്തിൽ. 52
എല്ലാ ദിവസവും അവൻ ദേവാലയത്തിൽ എന്തു ചെയ്തുകൊണ്ടിരുന്നു? പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 53 രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി എവിടെയാണ് വിശ്രമിച്ചത്? ഒലിവുമലയിൽ. 54 എപ്പോഴാണ് അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചത്? രാത്രിയിൽ. 55 രാത്രിയിൽ അവൻ എന്തിന് പുറത്തുപോയി ഒലിവുമലയിൽ വിശ്രമിച്ചു എന്നാണ് ലൂക്ക 21:37 പറഞ്ഞിരിക്കുന്നത്? പട്ടണത്തിന്. 56 രാത്രിയിൽ അവൻ പട്ടണത്തിന് പുറത്തുപോയി ഒലിവുമലയിൽ എന്തു ചെയ്തു? വിശ്രമിച്ചു. 57 അവന്റെ വാക്കു കേൾക്കാൻ വേണ്ടി ആരാണ് അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നത്? ജനം മുഴുവൻ. 58 ജനം മുഴുവൻ അതിരാവിലെ ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നത് എന്തിന്? അവന്റെ വാക്കു കേൾക്കാൻ. 59 അവന്റെ വാക്കു കേൾക്കാൻ ജനം മുഴുവൻ എപ്പോഴാണ് ദേവാലയത്തിൽ അവന്റെ അടുത്ത് വന്നിരുന്നത്? അതിരാവിലെ. 60 അവന്റെ വാക്കു കേൾക്കാൻ വേണ്ടി ജനം മുഴുവൻ അതിരാവിലെ എവിടെയാണ് അവന്റെ അടുത്ത് വന്നിരുന്നത്? ദേവാലയത്തിൽ. ഇങ്ങനെ 60 ചോദ്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. 22-ാം അധ്യായമാണ് 2025 ലോഗോസിന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ അധ്യായം. അതുകൊണ്ട് തന്നെ 3 വീഡിയോയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതേ തുടർന്ന് 23-ഉം 24-ഉം അങ്ങനെ 3 അധ്യായങ്ങൾ കൂടിയാകുമ്പോൾ ലൂക്ക പൂർണ്ണമായും ചോദ്യോത്തരങ്ങൾ ചെയ്തു കഴിയുകയാണ്. അതേ തുടർന്ന് എത്രയും വേഗം തന്നെ എഫേസോസിന്റെ വീഡിയോയും ചെയ്ത് പൂർത്തിയാക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും പുസ്തകം ആവശ്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.